Meet the editors. രാജിവേണ്ടേ എന്നാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണ്ടേ എന്നാണ് ചോദ്യം. സ്മൃതി, സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെ, നമ്മൾ ഇന്നലെ നടത്തിയ ചർച്ചയുടെ തുടർച്ചയാണ്. രാജി വേണം, എത്രയും വേഗം വേണം എന്നുള്ളതാണ്. രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മാതൃക കാണിക്കേണ്ടതുണ്ട് കോൺഗ്രസ് പാർട്ടി. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിനും വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇതിപ്പോൾ പുറത്തേക്ക് മുഴുവൻ തെളിവുകളും വന്നിരിക്കുകയാണ്. പരാതിയുണ്ടോ, കേസുണ്ടോ എന്നല്ലേ അയാൾ വെല്ലുവിളിച്ചത്. അപ്പോൾ പരാതിയുണ്ട്, കേസ് എടുക്കണം, FIR ഇടണം എന്നുള്ളതാണ്. കാരണം പുറത്തേക്ക് തെളിവുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു, DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അതൊരു കേസായിട്ട് എടുക്കാം. ഇനി അതല്ല എങ്കിൽ പോലീസിന് സ്വമേധയാ എടുക്കാം. അതിനുള്ള തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതിനകം പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മൾ കേട്ട ശബ്ദരേഖയിൽ അയാൾ പറയുന്നത് കൊല്ലണമെങ്കിൽ എനിക്കൊരു സെക്കൻഡ് മതിയല്ലോ എന്നുള്ളതാണ്. കൊല്ലും എന്നല്ല പറയുന്നത്, കൊല്ലാൻ കഴിയുന്ന ഒരു പവർ തനിക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെനിക്ക് സെക്കൻഡുകളുടെ മാത്രം കാര്യമാണ് എന്ന് പറയുമ്പോൾ അയാൾ എന്ത് അഹന്തയിലാണ് സംസാരിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ആ അഹന്ത ഇവിടെ നിന്നാണ്? അധികാരത്തിൽ നിന്ന് കിട്ടുന്ന അഹന്തയാണ്. അത് അയാൾ ഒരുപക്ഷെ MLA ആയിരുന്ന സമയത്തായിരിക്കില്ല, ഒരുപക്ഷെ അതിന് മുൻപേ ആയിരിക്കാം. പക്ഷെ അപ്പോഴും അയാളുടെ മുന്നിൽ അയാൾക്ക് പവറുണ്ട്. അയാൾ ആ പവറിലേക്ക് വളരെ പെട്ടെന്നാണ് ഉയർന്നെത്തിയതെന്ന് നമുക്കറിയാം. അതേ വേഗത്തിൽ തന്നെ അയാളെ താഴെ ഇറക്കേണ്ടതുണ്ട്. കാരണം ആ താഴെ ഇറക്കി സമൂഹത്തിൻ്റെ മാതൃക കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിലെ വിവിധ നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ. VD സതീശൻ പറയുന്നത് ഒന്നാം ഘട്ട നടപടിയായിട്ടാണ് പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജി. അതിലും പ്രധാനപ്പെട്ട നടപടികളിലേക്ക് ഇനി കടക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന നിലപാടുകാരനാണ് എന്നുള്ളതാണ്. പുറത്തേക്ക് നമ്മൾ സണ്ണി ജോസഫ് ഒക്കെ മയപ്പെടുത്തിയാണ് പ്രതികരിക്കുന്നത്. ഇന്നിപ്പോൾ ദീപാദാസ് മുൻഷിയുടെ പ്രതികരണവും ആ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. AICC അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ള പ്രതികരണമാണ് വന്നത്. പക്ഷേ ആലോചനകൾ ആ രൂപത്തിൽ തന്നെ ഗൗരവത്തിൽ നടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് കൈവിട്ടു പോയിരിക്കുന്നു കാര്യങ്ങൾ. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ നടക്കുന്ന ചാറ്റുകളിലുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വനിതാ നേതാക്കൾക്ക് പോലും അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ പലരും പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. അത് മുമ്പുണ്ടായ സംഭവമായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നേതാക്കൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള ചോദ്യം. ഇന്നിപ്പോൾ ഇത്രയും ദിവസത്തെ മൗനത്തിന് ശേഷം ഷാഫി പറമ്പിൽ വടകരയിൽ പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തുകയാണ്. ഷാഫി പറമ്പിലിന്റെ പ്രതികരണം നമ്മൾ എന്തുകൊണ്ട് ആരായിരുന്നു? ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാടേക്ക് നിർബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒരുപാട് കാലം ചർച്ച ചെയ്തതാണ്. അന്നൊക്കെ തന്നെ ആ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കാനുള്ള ചേരുവകൾ അവിടെയുണ്ട്. അയാൾ നല്ലൊരു മിടുക്കനായ യുവാവാണ് എന്ന രൂപത്തിലാണ് വിലയിരുത്തപ്പെട്ടത്. പക്ഷേ വേറെ ചില മിടുക്കുകളുണ്ട് എന്നിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഷാഫി പറമ്പിലെടുക്കുന്ന നിലപാടെന്ത് എന്നുള്ളൊരു വലിയ കൗതുകമായിരുന്നു. പക്ഷേ വളരെ നിരാശപ്പെടുത്തുന്ന പ്രതികരണമാണ് ഷാഫി പറമ്പിൽ നിന്ന് വന്നത്. ഷാഫി പറമ്പിൽ പറയുന്നത് ഇപ്പോൾ മൊറാലിറ്റിയുടെ ബേസിലാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പാർട്ടിയുടെ നടപടിയെടുത്തല്ലോ, അതായത് പാർട്ടി സ്ഥാനത്തു നിന്നുള്ള രാജി, അതിനപ്പുറമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അപ്പുറത്ത് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള കേസുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ചപ്പോൾ നമുക്ക് ഈ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലകളുമായി നടത്തുന്ന ചർച്ചകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കൊലയിൽ നിന്ന് അപ്പുറത്തെ കൊലയിലേക്ക് പോകും, അപ്പുറത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകൾ പറഞ്ഞ് നമുക്ക് മുന്നേറാൻ പറ്റും. അങ്ങനെ മുന്നേറാൻ പറ്റുന്ന കേസാണോ ഇത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കേസല്ലേ? കേരളം ഇതുവരെ കാണാത്ത കേസല്ലേ? ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ശബ്ദരേഖ ഞെട്ടിക്കുന്ന ശബ്ദരേഖയാണ്. ഈ കേസ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇതിൽ ആരാണോ ആരോപണ വിധേയൻ, ആ ആരോപണ വിധേയന്റെ ശബ്ദം വളരെ വ്യക്തമാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ പൊതുസമക്ഷമുണ്ട്. ആ കാര്യങ്ങൾ നിഷേധിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അയാൾ ചോദിക്കുന്ന കേസുണ്ടോ പരാതിയുണ്ടോ എന്ന് മാത്രമാണ്. ഇതൊന്നും ഞാനല്ല എന്നയാൾ പറയുന്നില്ല. അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അയാൾക്കത് ഞാനല്ല എന്ന് പറയാൻ പറ്റുമോ? പുറത്തു വന്ന ചാറ്റുകൾ തൻ്റേതല്ല എന്ന് നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമോ? സാധിക്കില്ല. അവിടെയാണ് കേസ് വ്യത്യസ്തമാകുന്നത്. അയാൾക്ക് ഒരു തരത്തിലും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നൊരു പെൺകുട്ടിയുടെ നിസ്സഹായതയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടികളൊക്കെ പരാതിപ്പെടണ്ടേ, ധൈര്യം വേണമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ എന്ന സ്ത്രീക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത്. അതേപോലെ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഈ പെൺകുട്ടികളൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയില്ല. ഉറപ്പായിട്ടും പരാതി പറഞ്ഞാൽ അവരുടെ ഫോട്ടോ സഹിതം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് അവരെ വേട്ടയാടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ 2 ദിവസമില്ലായിരുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ അവസ്ഥത്തിന് ഓഫ് എടുത്തതിന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ കണ്ടില്ലേ? എങ്ങനെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപം വരുന്നത്? അപ്പോൾ അധിക്ഷേപത്തിനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ഒരു ചായ്വുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ഈ സമൂഹ മാധ്യമങ്ങളിൽ ക്രിമിനലുകളായി വിളയാടുന്നവർ ആ രൂപത്തിൽ തന്നെ വിളയാടും. അപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ ഒരു ലൈസൻസും ഇല്ല. അവർക്ക് ഏതളവ് വരെയും പോകാമെന്നുള്ളതാണ്. അത് ഏതറ്റം വരെയും ഏറ്റവും അപമാനകരമായ പരാമർശം വരെ അവർ നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാത്തവരാണ്. അവരെ ഒന്നും ഒരു തരത്തിലും പിടികൂടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നു. സർക്കാരിന് നടപടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്, കോൺഗ്രസ് നടപടിയെടുക്കേണ്ട സമയം. നോക്കൂ, രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ
ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. പാലക്കാടെ സംബന്ധിച്ച് പാലക്കാട് കോൺഗ്രസ് അങ്ങനെ നേടിയെടുത്ത ഒരു സീറ്റാണ് പാലക്കാട്. അവിടെ വലിയ ശക്തമായി തന്നെ BJP അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. BJP അവിടെ നേടാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ പാലക്കാടിന്റെ കാര്യത്തിൽ ഇനി അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകണ്ട. മാത്രമല്ല, നോക്കൂ, 100 സീറ്റ് എന്ന ആത്മവിശ്വാസത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളിലേക്കാണ് ഇവിടെ നേതാക്കൾ നടന്ന് കയറിയിരുന്നത്. അവിടെയാണ് ഇനി ആദ്യം മുതൽ തുടങ്ങേണ്ട അവസ്ഥ അവർക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ച ഒരാളെ എന്തിനാണ് ഇവർ ചുമന്നുകൊണ്ടിരിക്കുന്നത്? അല്ലേ? പാർട്ടിയെ ഈ നാണക്കേടിൽ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരാളെ എന്തിനു ചുമക്കണം എന്ന് നേതാക്കൾ ചോദിക്കേണ്ടതുണ്ട്. അവിടുത്തെ വനിതാ നേതാക്കളൊക്കെ ശക്തമായി പ്രതികരിക്കുന്നു എന്നിപ്പോൾ റോഷി റിപ്പോർട്ട് ചെയ്യുന്നു. നല്ല കാര്യം. ആ പ്രതികരണം നടപടിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ നടപടിയിലേക്ക് എത്തിക്കാൻ നോക്കൂ, ദേശീയ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയെ അവഗണിച്ച ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി ആഘോഷിക്കുന്നുണ്ട്. നന്നായി ആഘോഷിക്കുന്നുണ്ട്. അവർക്ക് ഈ മസാല കഥ മതി. അവർ കേരളത്തിലെ ഒരു കോൺഗ്രസ് MLA-യുടെ ഈ ലൈംഗിക ചെയ്തികൾ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഗൗരവത്തിലുള്ളൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ നാണക്കെട്ടിലാക്കിയിരിക്കുന്ന ഒരു MLA, കേവലം ഒരു MLA, അയാളെ രാജ്യം വാങ്ങണമെന്നേ, അതിനി മുഹൂർത്തം കാത്തിരിക്കേണ്ടെന്നേ. എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത്? അടുത്ത ശബ്ദരേഖയ്ക്കോ, അടുത്ത വെളിപ്പെടുത്തലിനോ? ഇനി ഒന്നിനും സമയമില്ല. ഇപ്പോഴാണ് നടപടിയെടുക്കേണ്ടത്. വളരെ വേഗത്തിൽ ആ രാജിയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ കേസെടുത്ത് നടപടിയിലേക്ക് പോകാൻ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാം. രാജി വേണ്ടേ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഒഴിഞ്ഞു. ഇന്ന് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളെ പാലക്കാട് എന്തിനാണ് പേറുന്നത്? അപ്പോൾ ഉടനെ കമ്പാരിസൺ വരികയാണ്. മുകേഷിനെ കണ്ടില്ലേ? കണക്കെടുത്ത് നോക്കിയാലും മുകേഷ് ഒരാളേ ഉള്ളൂ. അപ്പുറത്ത് എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും കിടക്കുക 2-1. ഇതും കൂടി കണക്ക് വെച്ചാൽ 3-1. ഫുട്ബോൾ റിസൾട്ട് പറഞ്ഞാൽ ഇപ്പോഴും മുൻപിൽ നിൽക്കുന്നത് UDF. ആ അവസ്ഥയാണ്. എന്നിട്ടാണ് ഇപ്പോഴും ഷാഫി പറമ്പിൽ വന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. LDF-ലെ MLA കണ്ടില്ലേ? LDF-ന്റെ ഒരു MLA നിലവിലുള്ളൂ. UDF-ന്റെ 2 MLA-മാർ. ഇതുപോലും ഷാഫിക്ക് മനസ്സിലാവുന്നില്ലേ? രാജി വേണ്ടേ എന്നാണ് ചോദ്യം. 100 വട്ടം രാജി വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കോൺഗ്രസ് നേതാക്കന്മാർ എന്താണ് വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചിന്തിക്കേണ്ട. അങ്ങനെ തള്ളിപ്പറഞ്ഞത് പരമാർത്ഥാണെങ്കിൽ പിന്നെ ഷാഫി പറമ്പിൽ ഇല്ല. അത് മനസ്സിലാക്കിക്കോ കോൺഗ്രസ് നേതാക്കന്മാർ. കേരളത്തിലെ ഒരവസ്ഥ എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. മുതിർന്ന നേതാക്കന്മാർ ബുദ്ധിപരമായി നീങ്ങി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെന്ന് പെടാൻ പോകുന്നത് പടുകുഴിയിലായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. എത്ര നാളായി ഇത് ചർച്ച ചെയ്യുന്നു. ഓരോ ദിവസം ഓരോ ഓഡിയോ വരുന്നതിന് കാരണം ഓഡിയോ ഇല്ലാത്തതുകൊണ്ടല്ല. ഇത് കൊടുക്കാൻ മാധ്യമങ്ങൾ മടുത്തു. എന്തൊരു നാണം കെട്ട അവസ്ഥ. ഇത് മനസ്സിലാക്കാൻ പോലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. എത്രയോ അണികൾ വന്ന് പറയുന്നു, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാർട്ടിയാണ്, ഞങ്ങൾ അടികൊണ്ടുണ്ടാക്കിയ പാർട്ടിയാണ്, ഞങ്ങൾ അടികൊണ്ട് അടുത്ത ഭരണത്തിലേക്ക് പോകാൻ വേണ്ടി കഷ്ടപ്പെട്ട് നീരൊഴുക്കി പണിയെടുത്തുണ്ടാക്കിയ പാർട്ടിയാണ്, നിങ്ങളിതിനെ കൊണ്ട് നശിപ്പിക്കല്ലേ എന്ന് പറയുകയാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം നേതാക്കന്മാർക്കില്ല എന്നുള്ളതാണ്. എത്രയോ യുവജന നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. എത്രയോ യുവജന നേതാക്കന്മാർ എത്രയോ അടി കൊണ്ടിട്ടുണ്ട്, എത്ര ജലപീരയ്ക്ക് മുമ്പിൽ നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നിട്ടും ഇത് മനസ്സിലാകുന്നില്ലേ? കോൺഗ്രസ് നേതാക്കന്മാരെ, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, ACC ജനറൽ സെക്രട്ടറി തുടങ്ങി താഴേക്കുള്ള നേതാക്കന്മാർ ഇതിനെ ന്യായീകരിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, 4 ആളല്ല, 5 ആളല്ല. നിങ്ങൾ എവിടെയാണ്? ഒരു M മുകേഷിനെയാണോ പറയുന്നത്? ഒരു M മുകേഷിനെയാണ് നിങ്ങൾ പറയുന്നത്. അതെന്താണ്? അവർ ഒരു തെളിവും ഈ സമയം വരെ കിട്ടാത്ത കേസിന് മേലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീ ഇന്ന് ജയിലിലാണോ പോലീസ് കസ്റ്റഡിയിലാണോ എന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളെക്കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിക്കുക, ഇപ്പറേ എന്താണെന്ന്. ഒരു സ്ത്രീയാണോ പറയുന്നത്? 2 സ്ത്രീയാണോ പറയുന്നത്? ഒരു ഓഡിയോ ആണോ പുറത്തു വരുന്നത്? 2 ഓഡിയോ ആണോ പുറത്തു വരുന്നത്? 3 ഓഡിയോ ആണോ പുറത്തു വരുന്നത്? എത്ര ഓഡിയോകളാണ് പുറത്തു വരുന്നത്? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. നിങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനെ എങ്ങനെ അഭിമുഖീകരിക്കും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ എങ്ങനെ പരിഹരിക്കും? നിങ്ങൾ ഈ പറയുന്ന നിയമസഭാ ഇലക്ഷനെ എങ്ങനെ കാണും എന്നുള്ളതാണ്. വോട്ട് ചെയ്യേണ്ട ജനങ്ങൾ പെണ്ണുപിടിയന്മാർക്കും അതുപോലെ തന്നെ ഗർഭം ഉണ്ടാക്കാൻ നടക്കുന്ന നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ, സ്ത്രീ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വളരെ കഷ്ടമാണ്. ഇതിൽ കൂടുതൽ എന്താണ് പറയുക നിങ്ങളോട്? കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കേരളം ഇത് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇതാണ് ചർച്ച ചെയ്യുന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചർച്ച ചെയ്യാണ് ഇന്ത്യ മുഴുവൻ. മനസ്സിലാക്കുന്നില്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. മനസ്സിലാക്കാഞ്ഞിട്ടോ മനസ്സിലാക്കി നിങ്ങൾ പേടിക്കുകയാണ്. ആരെയെ പേടിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെയാണോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടുപതികളുണ്ടെങ്കിൽ പോട്ടെ എന്ന് പുറത്ത്. അത് പറയാനുള്ള തൻ്റെ നിങ്ങൾക്കുണ്ടോ?
രാഹുൽ മാങ്കൂട്ടത്തിന് കൂട്ടുനിന്ന് കൊടുത്ത ആരെങ്കിലും ഉണ്ട് ഈ പോട്ടെ പുറത്ത്, അത് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഈ പറഞ്ഞ കോൺഗ്രസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എല്ലാ പാർട്ടികളും പടുകുഴിയിൽ വീണിട്ടുണ്ട്. എല്ലാ പാർട്ടികളും കുഴിയിൽ നിന്ന് വീണെടുത്ത് എണീറ്റ് വന്ന പാർട്ടികളാണ്. ഒരു പാർട്ടിയും 100% ജയിച്ച പാർട്ടികളല്ല. നിങ്ങൾ രണ്ട് ഇലക്ഷനായിട്ട് നിങ്ങൾ 2ാം സ്ഥാനത്തുള്ളത്. ഇത് നിങ്ങൾ 3ാം സ്ഥാനത്തേക്ക് ജയിച്ച് കയറി വരണം എന്ന് പറയുന്ന സമയത്താണ് 100 സീറ്റിൻ്റെ കഥ പറഞ്ഞാണ് നിങ്ങൾ തുടങ്ങിയത്. നിങ്ങൾ ഇനി ഒന്നീന്ന് തുടങ്ങേണ്ടി വരും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഘടകകക്ഷിയിലും മിണ്ടാതിരിക്കുകയാണ്. ഘടകകക്ഷിയിലും വേണ്ടി കോൺഗ്രസും ഘടകകക്ഷിയിലും ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല കോൺഗ്രസിനോട്? ഇത് UDF പ്രശ്നമാണിപ്പോൾ. UDF ഘടകകക്ഷികൾക്ക് ഇത് ബാധിക്കും. ഇനി എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഷാഫി പറമ്പിൽ പറയില്ലാന്നേ. ഷാഫി പറമ്പിനോട് ചോദിക്കണ്ട. ഷാഫി പറമ്പിനോട് ചോദിക്കണമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞേനെ. ഒരക്ഷരം പറയുന്ന ശൈലിയില്ല. നേരെ ഒരു കാലിലെ മന്ത് ചൂണ്ടി കാണുമ്പോൾ അപ്പുറം 2 കാലിലെ മന്തുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമുണ്ടോ? ആദ്യമേ ഒരു കാലിലെ മന്ത് മാറ്റാൻ നോക്കുന്നത്, അതിനുശേഷമല്ലേ 2 കാലിലെ മന്ത്. നിങ്ങളുടെ കാലിലെ മന്ദായ്മ മാറ്റിക്കളാം ഫസ്റ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾക്ക് അവിടെ ചൂണ്ടാം, നിങ്ങൾ കാണുന്നവരെല്ലാം നിങ്ങൾക്ക് ചൂണ്ടാം. പക്ഷേ നിങ്ങളുടെ കാലിലെ മന്ദായ്മ മാറ്റണം. അല്ലാതെ നിങ്ങൾ ചൂണ്ടിക്കാട്ടാൻ തീരുമാനിച്ചാൽ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇത് പോകുകയാണെങ്കിലോ പരിതാപകരമായിരിക്കും. ഞാൻ ഈ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഞാൻ ഒരു പടി കൂടെ കടന്നു പറയാം. VD സതീശനാണ് ഇന്നെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിച്ച് വരുന്നൊരു നേതാവ് കേട്ടോ. നിങ്ങൾ മറ്റുള്ള നേതാക്കന്മാർ ന്യായീകരിക്കുക. എന്തിനാണ് ന്യായീകരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ന്യായീകരിക്കുന്നത്? ഈ പീഡന പരാതി ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ടാ? ഈ ഓഡിയോ ഇവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടാ? വീഡിയോ ഉള്ള ആൾക്കാരുണ്ട് കേരളത്തിൽ. അത് മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രശ്നമുണ്ടാവും. ഇത് നിങ്ങൾ ഒരു നേതാവിൽ നിങ്ങൾ സംരക്ഷിക്കും തോറും ഉണ്ടല്ലോ ഇതിൻ്റെ കെട്ട് മുറുകുകയുള്ളൂ. ഒരിക്കലും ഇത് നിങ്ങൾക്ക് അഴിച്ചുവിടാമെന്ന് വിചാരിക്കേണ്ട. കെട്ടുമുറുക എന്ന് പറഞ്ഞാൽ ഇവരെ സംരക്ഷിച്ച ആൾക്കാരുണ്ടല്ലോ, ഇവരോട് പരിചയപ്പെടുത്തിയ ആൾക്കാരുണ്ടല്ലോ, ഇവർ എൻ്റെ അനിയനെ പോലെയാണ്, ഇവൻ എൻ്റെ പിൻഗാമിയാണ്, ഇവനെ നിങ്ങൾ ജയിപ്പിക്കണം, ഞാൻ ജയിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കേരളത്തിൽ ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പത്തനംതിട്ടയിൽ ഒരാളെ പാലക്കാട് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കേണ്ട കാരണം എന്തായിരുന്നു? അവിടെ സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ടായിരുന്നോ? കോൺഗ്രസിന് സ്ഥാനാർത്ഥിമാരില്ലാഞ്ഞിട്ടായിരുന്നോ? എന്തുകൊണ്ട് അവിടെയാക്കി? ഒരാളുടെ പിൻഗാമീനെ അവിടെ ഉണ്ടാക്കിയതാണ് ചെയ്തത്. ആ പിൻഗാമീനെ ഉണ്ടാക്കിയ ആൾക്കാർ മറുപടി പറയാൻ കഴിയുന്നുണ്ടോ? കാരണം എന്താണ്? ഏത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിച്ച പിൻഗാമിയാണ്. മനസ്സിലായില്ലേ? ഇതെൻ്റെ അനിയനാണ്, ഇവൻ ഏത് ഡ്രസ്സ് ഇടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് പറഞ്ഞ ആൾക്കാർക്കും ഉണ്ടായി കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അമ്മമാരെ സംബന്ധിച്ചിടത്തോളം, പെങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ലംബടിന് വേണ്ടി കഥ പറയാൻ നേരമില്ല എന്ന്. നിങ്ങളുടെ പാർട്ടിക്കാരിയല്ല ഇത് നിങ്ങളുടെ ആരുടെയും പാർട്ടിക്കാരിയല്ല. ഇതെന്താണ്? കേരളത്തിലെ പാലക്കാട് ജനങ്ങളുടെ കാര്യമാണ്. പാലക്കാട് ജനങ്ങൾ ഇനി ഒരു MLA കാണി എവിടെ പോകണം? രാഹുൽ മാങ്കുടത്തിൻ്റെ വീട്ടിലാണോ പോകേണ്ടത്? അവർക്കൊരു പരാതി പറയാൻ വേണ്ടി എവിടെ പോകണം? രാഹുൽ മാങ്കുടത്തിൻ്റെ വീട്ടിലോ? ഇവരെ വീട്ടിലാണോ പോയി ചർച്ച ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് ഈ നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല? ഇതിന് മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർ ബാധ്യസ്ഥരാവൂലേ? അതിനേക്കാളും ഭേദം അവിടെ MLA വേണ്ടാതെ തീരുമാനിക്കുന്നേ. എന്താണ് അവിടെ സംഭവിക്കാനുള്ളത്? രാഹുൽ മാങ്കുട രാജിവെപ്പിക്കാനുള്ള കൊതി കൊണ്ടല്ല പറയുന്നത്, കോൺഗ്രസ് നാറി പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇതിനേക്കാൾ അപ്പുറം ഇതിനേക്കൊന്നും പറയാനില്ലതാ. രാജി വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രാജി വേണ്ടേ എന്നാണ് ചോദ്യം. രാജി വേണം എന്നാണ് കേരളത്തിൽ തന്നെ കോൺഗ്രസിൽ തന്നെ അനുഭാവികളായിട്ടുള്ളവർ, കോൺഗ്രസിലെ പല നേതാക്കളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനുമപ്പുറം ഗൗരവമേറിയ 1-2 കാര്യങ്ങൾ എനിക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഇതേതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യതയുടെ വിഷയമോ, ഒരു പൈങ്കിളി വർത്തമാനത്തിൻ്റെ പ്രശ്നമോ, സദാചാരത്തിൻ്റെ പ്രശ്നമോ, അതല്ലെങ്കിൽ നേരത്തെ മുകേഷ് MLAക്കെതിരെയോ വിൻസെൻറ്റിനെതിരെയോ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉന്നയിച്ചതുപോലെ ഒരു ബലാത്സംഗ ആരോപണമോ അല്ല എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരുപാട് ആഴമുള്ള, അതിനേക്കാൾ ഒരുപാട് ഗൗരവമേറിയ ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലേത്. ഞാനിത് വിശദീകരിക്കാം. പക്ഷെ അപ്പോഴും എന്നെ സംശയമുനയിൽ നിർത്തുന്നത്, ഇപ്പോഴും ഷാഫി പറമ്പിൽ MP ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനവും അതിന് തൊട്ടു മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പത്രസമ്മേളനവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ഒരിടത്ത് VD സതീശൻ വന്ന് പറയുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാവുമെന്ന്. ഇന്നലെ ആദ്യം VD സതീശൻ പ്രതികരിക്കുന്ന സമയത്ത് പ്രതിരോധിക്കാൻ ഒരു ശ്രമം നടത്തുകയും നമ്മളെ അടക്കം, മാധ്യമങ്ങളെ അടക്കം പഴിചാരാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ VD സതീശന് ഇത് ബോധ്യമായി. പുറത്തു വന്ന ശബ്ദരേഖകൾ, ഇനി വരാൻ പോകുന്ന ശബ്ദരേഖകൾ, അതിൻ്റെ ആഴവും പരപ്പും ബോധ്യപ്പെട്ട VD സതീശൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയം വെച്ചുകൊണ്ട് ഇന്ന് വന്ന് പറയുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാവും. രാജിസൂചനയാണ് നൽകിയത്. തൊട്ടു പിന്നാലെ അത് നിഷേധിച്ചുകൊണ്ട് പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഈ ഷാഫി പറമ്പിൽ വന്ന് പറയുന്ന വാചകം,
CPM-ൽ ഒരു MLA രാജിവെച്ചിട്ടില്ലല്ലോ എന്നുള്ള പ്രതിരോധം തീർക്കുകയാണ്. ഷാഫി പറമ്പിൽ, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞത്? നമ്മൾ ഈ നിയമസഭയിലെ തന്നെ കണക്കൊന്ന് എടുത്തു നോക്കിയാൽ 3 MLA-മാരല്ലേ നിലവിൽ ആരോപണ വിധേയരായിട്ടുള്ളത്? 2 MLA-മാർ ഏതു ഭാഗത്ത് നിൽക്കുന്നതാണ്? നിങ്ങളുടെ സഹപ്രവർത്തകരായ ആൾക്കാരല്ലേ? അതിലൊന്ന് എൽദോസ് കുന്നപ്പള്ളിയല്ലേ? അയാൾ ബലാത്സംഗ കേസിൽ ഇപ്പോൾ ജാമ്യത്തിലല്ലേ? മറ്റൊരാൾ വിൻസെൻ്റ് MLA അല്ലേ? ഇനി നമുക്കൊക്കെ അറിയാവുന്ന വളരെ മാന്യനായ MLA ആണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നില്ലേ? അദ്ദേഹം ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? മൂന്നാമത്തെ ഒരാളല്ലേ മുകേഷ് MLA? ഇപ്പോൾ നിലവിൽ 2-1 സ്കോർ നില. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടി അങ്ങോട്ട് കണക്ക് വെച്ചാൽ 3-1 എന്ന സ്കോർ നിലയിലേക്ക് മാറില്ലേ? നിങ്ങൾ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുകയാണോ എന്ന് ചോദിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. നിങ്ങൾ പാർട്ടിയെ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് ഷാഫി ആൻഡ് ടീം. അതുകൊണ്ട് ആദ്യത്തെ എൻ്റെ സബ്മിഷൻ എന്ന് പറയുന്നത്, ഇതിൽ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ട്? ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം ഒരു വലിയ ദുരൂഹതയായി തുടരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇത് പറയാനുള്ള കാരണം, ഇതൊരു വലിയ മാനങ്ങളുള്ള വിഷയമാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് ഞാൻ കരുതുന്നതേയില്ല. സ്വന്തം ഉടുപ്പും മുണ്ടും കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ ഏതു ധരിക്കണമെന്ന് ഷാഫി പറമ്പിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനുവേണ്ടിയാണ് നീലപ്പെട്ടിയിൽ വസ്ത്രം കൊണ്ടുപോയത് വിത്തിൻ ഇൻവേർട്ടഡ് കോമ. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ബൈറ്റാണ്. അങ്ങനെ ഇടേണ്ട വസ്ത്രം പോലും ഷാഫി പറമ്പിലിനോട് ചോദിച്ച് തീരുമാനിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചെയ്തു വെച്ചിരിക്കുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ചൊന്നും ഷാഫി പറമ്പിൽ അറിഞ്ഞിട്ടേയില്ല. ആരോടാണ് ഷാഫി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് അതിൽ ഷാഫി കൃത്യമായി വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പാപഭാരത്തിൻ്റെ പങ്ക് ഷാഫി പറമ്പിൽ പറ്റിയിട്ടുണ്ടോ എന്ന് രാഷ്ട്രീയ കേരളം സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ദറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. കാരണം ഇതൊരു സോഷ്യൽ ക്രൈമാണ് സർ. ഈ സോഷ്യൽ ക്രൈം വളരെ ആഴത്തിലുള്ള ഒന്നാണ്. ആരാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ? ചില ആളുകൾ പറഞ്ഞു പ്രജ്വൽ രേവണ്ണയാണ്, കേരളത്തിൻ്റെ പ്രജ്വൽ രേവണ്ണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറഞ്ഞത്. പെർവേർഷൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ പ്രജ്വൽ രേവണ്ണ മാത്രമല്ല, ക്രിമിനാലിറ്റിയുടെ കാര്യത്തിൽ 95-ൽ അന്ന് തന്തൂരിയെടുപ്പിൽ കൊന്നുകളഞ്ഞ നയനാസാനിയുണ്ട്. ആ നയനാസാനിയെ ചുട്ടരിച്ച സുശീൽ കുമാർ എന്നൊരു അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുണ്ട്. ആ സുശീൽ കുമാറിൻ്റെ ക്രിമിനാലിറ്റിയും പ്രജ്വൽ രേവണ്ണയുടെ പെർവേർഷനും ഒത്തുചേരുന്ന ഒരാളായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ശബ്ദരേഖയിലൂടെ. ആ ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ശബ്ദരേഖയിൽ പറഞ്ഞ വാചകമില്ലേ, കൊല്ലാൻ എത്ര സമയം വേണം എന്നാണ്. ആരോടാ ചോദിക്കുന്നത്? തന്നെ വിശ്വസിച്ച് തന്നോടൊപ്പം എല്ലാം സമർപ്പിച്ചു വന്ന പെൺകുട്ടി തന്നിൽ നിന്ന് ഗർഭം ധരിച്ച് ആ ഗർഭം തൻ്റെ പ്രിവിലേജിന് വേണ്ടി അവസാനിപ്പിക്കണമെന്ന് ഏകപക്ഷീയ തീരുമാനമെടുത്ത് ആ പെൺകുട്ടിയെ പലതരത്തിലും സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്നറിയാമോ? ചാടി ഞാൻ ചവിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാടി ചവിട്ടുമെന്ന് ആരോടാ പറയുന്നത്? അയാളെ വിശ്വസിച്ച് വന്നതല്ലേ ആ പെൺകുട്ടി? വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ച് വന്നതല്ലേ? ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടി കരുതിയതെല്ലാം അയാൾക്ക് സമർപ്പിച്ച് കഴിഞ്ഞ് ഒടുവിൽ ഗർഭിണിയായി കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ ചാടിച്ചവിട്ടണമെന്നും നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരാൾ കേവലം ഒരു ബലാത്സംഗാരോപിതനായ വ്യക്തി മാത്രമല്ല, അയാളിൽ ഒരു ക്രിമിനാലിറ്റി ഉണ്ട്. അത് തന്തൂരി അടുപ്പിൽ നയനാസാനിയെ ചുട്ടുകൊന്ന എത്ര ആഴത്തിലുള്ള ക്രിമിനാലിറ്റിയാണ് എന്നത് ബോധ്യം വരാൻ ഇനി അധികം സമയം വേണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും പെർവേർഷനുള്ള ക്രിമിനാലിറ്റിയുള്ള ഒരാൾ ഇപ്പോഴും ഒരു സോഷ്യൽ ക്രൈം ചെയ്ത് ഒരു സീരിയൽ പ്രഡേറ്ററെ പോലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കോൺഗ്രസിനെ ലജ്ജിപ്പിക്കുന്നില്ലേ? രാജി ആവശ്യപ്പെടേണ്ട സാഹചര്യമല്ലേ? അയാളെ ഇനിയും പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിലിന് കഴിയുന്നത് എന്തുകൊണ്ടാണ് ഷാഫി? അതുകൊണ്ട് ഒരു ചോദ്യം കൂടി എനിക്കുണ്ട്. ആ ചോദ്യം ഇതാണ്, നിലവിൽ കേസുകളൊന്നും വന്നിട്ടില്ലല്ലോ, FIR-കളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് സർക്കാരിനോടും ചോദ്യമുണ്ട് സാർ. നിലവിൽ എത്ര കേസുകളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്യപ്പെടുമായിരുന്നത്? എത്ര കോഗ്നിസിബിൾ ഒഫൻസുകളാണ് വന്നിരിക്കുന്നത്? എണ്ണി പറഞ്ഞു തരാം. സെക്ഷൻ 89 ഗർഭഛിദ്രം നടത്താൻ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ നിരന്തരം സമ്മർദ്ദം ചെലുത്തി ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയടക്കം ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും ഞാൻ നിന്നെ ചാടിച്ചവിട്ടുമെന്നും നിന്നെ കൊല്ലാൻ സമയം വേണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, തെറി വിളിച്ചുകൊണ്ട് അബ്യൂസീവായ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി, ഞാൻ മനസ്സിലാക്കുന്നത് 2ാമത്തെ ഗർഭഛിദ്രമാണ് എന്നാണ് ചില സൂചനകൾ വരുന്നത്, 1ഓ 2ഓ എന്ന് എനിക്ക് നിശ്ചയമില്ല. അങ്ങനെയാണെങ്കിൽ അതിക്രൂരമാണ്. അതായത് ഒരിക്കൽ ഈ കുട്ടി ചതിക്കപ്പെട്ടു, വീണ്ടും ആ കുട്ടി ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. അതിനുശേഷം വീണ്ടും ആ കുട്ടി ക്യാരി ചെയ്യുന്ന സമയത്ത് ആ കുട്ടി കരഞ്ഞു പറയുന്നുണ്ട്, ഇത് ഉപേക്ഷിക്കാൻ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയാൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന BNS സെക്ഷൻ 89 പ്രകാരമുള്ള കുറ്റകൃത്യമാണ് സാർ. അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ്, കേസെടുക്കണ്ടേ? അടുത്തത് സെക്ഷൻ 69 വിവാഹ വാഗ്ദാനം നൽകി നിങ്ങൾ ഒരു കുട്ടിയെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഓഫറുകൾ വഴി, തെറ്റായ ഓഫറുകൾ കൊടുത്തുകൊണ്ട്, ഫാൾസ് പ്രൊമൈസുകൾ വെച്ചുകൊണ്ട്, തെറ്റായി അവരെ ധരിപ്പിച്ചുകൊണ്ട് അവർ പീഡിപ്പിക്കുകയാണെങ്കിൽ സെക്ഷൻ 69 പ്രകാരം.
സെക്ഷൻ 28 തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കൺസെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് പ്രിവിലേജ് പൊസിഷൻ. ഞാൻ ഇന്നലെ ഇത് വിശദമായി തന്നെ പറഞ്ഞതാണ്. ഒരു പ്രിവിലേജ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ആ ആരാധന കൊണ്ടോ ഒരു മോറൽ ഹൈ ഹാൻഡഡ്നെസ് കൊണ്ടോ ഏതെങ്കിലും ഒരു അധികാരത്തിൻ്റെ ബലം കൊണ്ടോ അതിൻ്റെ ബലത്തിൽ മാത്രം ഒരു പെൺകുട്ടിക്ക് തോന്നുന്ന ഒരു ആരാധനയെ അല്ലെങ്കിൽ ആ പരിചയത്തെ ലൈംഗികതയിലേക്ക് കൺസെന്റിലേക്ക് മാറ്റുകയും ആ ഒടുവിൽ തിരിച്ചറിയുമ്പോൾ ആ കൺസെന്റ് പിൻവാങ്ങുന്ന സമയത്ത് വീണ്ടും തുടർച്ചയായി കൺസെന്റിന് പോവുകയും ചെയ്യുന്നു. തെറ്റിദ്ധരിപ്പിച്ച കൺസെന്റോട് കൂടിയുള്ള ലൈംഗിക ബന്ധം സെക്ഷൻ 28. അതേപോലെ സെക്ഷൻ 78 നിരന്തരമായൊരു പെൺകുട്ടിയെ പിന്തുടരുക. എത്ര പെൺകുട്ടികൾ തെളിവുകളുണ്ട്. 1 2 3 അല്ല, ഒരു ഡസനല്ല, 2 3 ഡസൻ പെൺകുട്ടികളുടെ ചാറ്റുകളുണ്ട്. ആ ചാറ്റുകളിൽ നിരന്തരം പിന്തുടർന്ന് സ്റ്റാക്ക് ചെയ്യുക എന്ന് പറയും. അത് സെക്ഷൻ 78 പ്രകാരം 3 വർഷം തടവ് ശിക്ഷയും വീണ്ടും ചെയ്താൽ 5 വർഷം കൂടി തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകൃത്യമല്ലേ. സെക്ഷൻ 75 ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കൽ. നിങ്ങളെ ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ച് സ്വകാര്യതയിൽ ലൈംഗിക ബന്ധം വേണമെന്ന് ആവശ്യപ്പെടുന്നത്, ഒരു പെൺകുട്ടിയുടെ മൊഡസ്റ്റിയെ നിങ്ങൾ അപമാനിക്കുന്നത് സെക്ഷൻ 79. അപ്പോൾ സെക്ഷൻ 79 മൊഡസ്റ്റിയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്, മാന്യതയെ ചോദ്യം ചെയ്യുന്നത്. സെക്ഷൻ 89 ഗർഭഛിദ്രം നിങ്ങൾ പെൺകുട്ടിയുടെ ആ താല്പര്യപ്രകാരമല്ലാതെ സമ്മർദ്ദം ചെലുത്തി നടത്താൻ നോക്കുന്നത്. സെക്ഷൻ 69 നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നത്. സെക്ഷൻ 28 തെറ്റിദ്ധരിപ്പിക്കുന്ന കൺസെന്റ് ഉപയോഗിക്കുന്നത്. സെക്ഷൻ 78 നിങ്ങൾ ഒരു പെൺകുട്ടിയെ പിന്തുടർന്ന് നിങ്ങൾ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. സെക്ഷൻ 75 നിങ്ങൾ ലൈംഗിക ആവശ്യത്തോടുകൂടി ഒരു പെൺകുട്ടിയെ മെസ്സേജുകൾ അയച്ച് നിരന്തരം പിന്തുടരുന്നത്. ഇത്രയും കോഗ്നിസിബിൾ ഒഫൻസസ് ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഇത് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആവുന്നത് സ്റ്റേറ്റിന് കേസെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. എന്തേ കേസ് സ്റ്റേറ്റ് എടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന ചോദ്യം. അതുകൊണ്ട് FIR ഇട്ടില്ല എന്നതിവിടെ നിൽക്കില്ല. ഇതൊരു സോഷ്യൽ ക്രൈമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മറ്റെല്ലാ കേസുകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാൻ പറയുന്നു എൽദോസിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന വിൻസെന്റിൻ്റെ കാര്യത്തിലും കോടതിയിൽ അത് കുറ്റം തെളിയിക്കപ്പെടേണ്ടതാണെങ്കിൽ ഇവിടെ മൊറാലിറ്റിയുടെ പേരിൽ മാത്രമല്ല ഒരു സോഷ്യൽ ക്രൈമായി ഇത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരാളെ ഇനി നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് ഷാഫി പറമ്പിൽ കൂടി മറുപടി പറയേണ്ടതാണ്. ഷാഫി പറമ്പിൽ ഇന്ന് പറഞ്ഞു വെച്ചതും അതാണ്. നിർഭാഗ്യവശാൽ അത് ദുർബലമായ പ്രതിരോധമായി പോയി ശ്രീ ഷാഫി പറമ്പിൽ. രണ്ടാമത്തെ ഒരു ഗൗരവമേറിയ വിഷയം ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ആലോചിക്കേണ്ടതാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിലെ കുട്ടികൾ ന്യൂ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് എന്നുള്ളതാണ്. ഇവരുടെ നേതൃത്വത്തിൽ ഒരു ക്രൈം സിൻഡിക്കേറ്റിന് തുല്യമായ രീതിയിലുള്ള സൈബർ ചാവേറുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പാർട്ടികൾക്കും അവരുടേതായ സൈബർ ഗ്രൂപ്പുകളും അണികളും ഉണ്ടാകും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? വേണ്ട സമയത്ത് വർഗീയതയും വേണ്ട സമയത്ത് ആണധികാരത്തിൻ്റെ സ്വഭാവവും വേണ്ട സമയത്ത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യവും തീർക്കുന്ന സൈബർ കൂട്ടങ്ങളാണ് പാർട്ടി എന്ന് ധരിപ്പിക്കത്തക്ക രീതിയിൽ അത് മൂലധനമായി ഉപയോഗിച്ചാണ് അവർ പെരുമാറുന്നത്. അതിന് ഇരകൾ ആരൊക്കെയാണെന്നറിയാമോ? ഞാനൊരു മെസ്സേജ് വായിക്കാം സർ. ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി, ഒരു യുവതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ പരാതികൾ സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ച സകല പെൺകുട്ടികളെയും സ്ലട്ട് ഷെയിം ചെയ്യുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ കുറേ എണ്ണം വിഷയത്തിൽ പ്രതിരോധത്തിലായവർ PR എക്സസൈസിൻ്റെ ഭാഗമായി ഇടുന്നതായിരിക്കാം. പക്ഷേ ബാക്കിയെല്ലാം തന്നെ ജീവിച്ചിരിക്കുന്ന രക്തവും മാംസവും മജ്ജയുമുള്ള സാധാരണ ജനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം മകളെ സഹോദരിയോ അമ്മയോ ഏതു നിമിഷവും കടന്നുപോയേക്കാവുന്ന ഒരു സാഹചര്യം നേരിടുന്ന പെൺകുട്ടികൾ സ്ലട്ട് ഷെയിം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നത് പോലും കുറ്റകരമാണെന്നിരിക്കെ പാർട്ടിയിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭക്കേസിലും പെണ്ണുകേസിലും പെടുത്തി നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പെയ്ഡ് PR എക്സസൈസ് വഴി സ്ലട്ട് ഷെയിമിംഗ് നടത്തി ഈ പരാതി പറയാൻ വരുന്ന പെൺകുട്ടികളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയും അവരെ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കുകയുമല്ലേ ചെയ്തത്? റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾക്ക്, അതിൻ്റെ ചിത്രങ്ങൾക്ക്, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ പെയ്ഡ് PR ടീമുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. അടുത്ത മറ്റൊരു ചോദ്യം കൂടിയുണ്ട് സാർ. ഇന്നിപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു മുതിർന്ന നേതാവിൻ്റെ പേരിൽ ഇതേ പെൺകുട്ടിയുടെ പേരിൽ നിങ്ങൾ തിരിഞ്ഞ് പ്രചരണം നടത്തുന്നതായും ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കളിക്കുന്ന കളി തീ കൊണ്ടുള്ള കളിയാണ്. ഇത് കേരളത്തിന് ഇന്നേ വരെ പരിചയമില്ലാത്തൊരു കളിയാണ്. കാരണം ഇതൊരു സോഷ്യൽ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായി ഒരു കൂട്ടം പെർവേർട്ടുകളായ സൈബർ വെട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് സ്ലട്ട് ഷെയിമിംഗ് നടത്തുക എന്നുള്ളത് അനാരോഗ്യകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അത് CPM ചെയ്താലും കോൺഗ്രസ് ചെയ്താലും. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ ഇരകളെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് ഈ പെൺകുട്ടികൾക്ക് നേരെ മാത്രമല്ല സാർ, പാർട്ടിക്കുള്ളിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ അബിൻ വർക്കിക്ക് നേരെ
കട്ടപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ പ്രചരണം തുടങ്ങിയത്. അതെന്തിനാണെന്നറിയാമോ? അത് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ സ്വാഭാവിക നീതി എന്നുണ്ട്. അബിൻ വർക്കിയുടെ വാക്ക് ഞാൻ കടമെടുത്താൽ എന്താ ഈ നാച്ചുറൽ ജസ്റ്റിസ്, സ്വാഭാവിക നീതി? എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നതൊരു അനൂപായിരുന്നു. ആ അനൂപിനെ ഏകദേശം സമാനമായ കേസിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു യൂത്ത് കോൺഗ്രസിൽ. അന്ന് അങ്ങനെ വന്നപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന ഒരു സിജോ ജോസഫാണ് പ്രസിഡന്റായിട്ട് അവിടെ വരുന്നത്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ അത് സംഭവിക്കാമെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് 2ാം സ്ഥാനക്കാരനായ അതിന്റെ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ പരിഗണിക്കുന്നതിന് എന്താ പ്രശ്നം? അതുവരെ ഇല്ലാത്ത ഒരു സാമുദായിക സമവാക്യത്തിന്റെ കണക്കെങ്ങനെ വന്നു? കണക്ക് നോക്കിയാൽ ഒരുപാട് പറയാനുണ്ട്, അത് പിന്നീട് ഒരു ഘട്ടത്തിൽ ഞാൻ പറയാം. പക്ഷേ ഇവിടെ ആ അബിൻ വർക്കിക്കെതിരെ പോലും ഒരു സോഷ്യൽ മീഡിയയിലും ഒരു ക്യാമ്പയിൻ നടത്താത്ത ആളാണ് അബിൻ വർക്കി. ഈ അഭിജിത്ത് നടത്തിയിട്ടില്ല. സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എതിരെ എത്രമാത്രം വൈൽഡായിരിക്കുന്ന, പുളിച്ച് തികട്ടുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ അറ്റാക്കിനെ ഈ പാവപ്പെട്ട ആളുകൾ തിരിച്ചു പ്രതിരോധിക്കാൻ പെയ്ഡ് പ്രൊമോഷൻ നടത്താനുള്ള ശേഷിയില്ലാത്ത മനുഷ്യർ ഇവരുടെ ഈ അറ്റാക്കിന് മുന്നിൽ തകർന്നു പോകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, ഇത് കേരളം തിരിച്ചറിയുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ പരിചിതമല്ലാത്ത ഒരുതരം വൃത്തികെട്ട മെയിൽ ഷോവനിസ്റ്റിക്കായ ആണധികാരത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പുളിച്ചു തികട്ടലുമുള്ള ഒരു സംവിധാനത്തെ വളർത്തിയെടുത്തുകൊണ്ടുവരാൻ ഒരു പുതിയ PR ടീമിൻ്റെ ഭാഗമായി ചിലർ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് VD സതീശൻ എടുത്ത നിലപാട്, ആർജവമുള്ള നിലപാടിനെ ഷാഫി പറമ്പിൽ തള്ളിപ്പറഞ്ഞതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞു? അതാണ് എനിക്കറിയേണ്ടത്. ഷാഫി പറമ്പിൽ MP എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഞാൻ ഇത്രയും സൂചിപ്പിച്ച എണ്ണി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, മറ്റൊരു ആരോപിതർക്കും ബാധകമല്ലാത്ത കാര്യങ്ങൾ, മുകേഷിൻ്റെ ആണെങ്കിലോ എൽദോസിൻ്റെ ആണെങ്കിലോ വിൻസെന്റിൻ്റെ കാര്യത്തിലോ ആണെങ്കിലോ ഇതേപോലെ സീരിയൽ പ്രഡേറ്റർ എന്ന നിലയിൽ പെൺകുട്ടികൾ ഒന്നൊന്നായിട്ട് വന്ന് തെളിവുകൾ നൽകിയിട്ടില്ല. ആരുടെയും ഗർഭഛിദ്രത്തിൻ്റെ പേരിൽ തെളിവുകൾ നൽകിയിട്ടില്ല. ആരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ആരെയും ചാടിച്ചവിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഈ ശബ്ദരേഖകളൊന്നും ആ അർത്ഥത്തിൽ പ്രചരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ തെളിവുകൾ സഹിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടും ആ MLA പാലക്കാട് തുടരാൻ അനുവദിക്കുമ്പോൾ ആ വലിയ ഒരു മൊറാലിറ്റി പ്രശ്നം മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ അതിജീവനത്തിൻ്റെ പ്രശ്നം കൂടിയായിട്ട് മാറുന്നു. ഒരു മനുഷ്യൻ ബീഹാറിൽ വെയിൽ കൊള്ളുന്നുണ്ട് എന്ന് ഓർമ്മിക്കണം. ആ മനുഷ്യൻ്റെ വാർത്ത കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. രാഹുൽ ഗാന്ധിയേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതെങ്കിൽ നിങ്ങൾ രാജിവെക്കേണ്ട, സംരക്ഷിച്ചു പിടിച്ചോളൂ. പക്ഷേ കേരളം ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടാണ് ശരി. അതിൻ്റെ തുടർച്ചയുണ്ടാവണം. രാജിയല്ലാതെ മറ്റൊരു മാർഗമില്ല. ആ രാജി കൊണ്ടല്ലാതെ ഈ കളങ്കം കഴുകിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല. അത് ഷാഫി എതിർത്താലും VT ബൽറാം എതിർത്താലും പാർട്ടിക്കൊരു നിലപാടുണ്ടാവണം. അത് സ്ത്രീപക്ഷ നിലപാടാവണം. അത് ബോധ്യപ്പെടുത്താനുള്ള അവസരമാണിതെന്നാണ് എൻ്റെ ടേക്ക്. രാജി വേണ്ടേ എന്ന ചോദ്യത്തിന് രാജി വേണം എന്നാണ് 3 പേരുടെയും അഭിപ്രായം. Meet the editors.